മഹാനായ ഉബൈദത്തുൽ അൻസാരി റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പിൽ രോഗമായി കിടക്കുന്ന രണ്ട് കൊച്ചുമക്കളുമായിട്ട് കടന്നു വരികയാണ്. ഉബൈദുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു പോവുകയാണ്, തങ്ങളെ ഞാൻ എന്തിനാണ് ഇവിടെ വന്നതെന്നറിയുമോ? എന്റെ പുന്നാര മക്കളുടെ വേദന പറയുവാനാണ്, വിഷമം പറയുവാനാണ്, സങ്കടം പറയുവാനാണ്, ദുഃഖം പറയുവാനാണ്. അതിനെന്തെങ്കിലും ഒരു വഴിയൊന്ന് പഠിപ്പിക്കുമോ തങ്ങളെ? ഉബൈദുൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു പോവുകയാണ്, എന്ത് രോഗമാ നിങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമക്കൾക്കുള്ളത്? എന്ത് സങ്കടമാണുള്ളത്? എന്ത് ദുഃഖമാണുള്ളത്? തങ്ങളെ ഒരുപാട് സമ്പത്ത് അല്ലാഹു തന്നുവെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യമാവുള്ളത്? സഹോദരങ്ങളെ, രോഗമെന്ന് പറയുന്ന പ്രതിഭാസമെന്ന് കടന്നു വന്നു പോയാൽ എല്ലാം തകർന്നു പോയല്ലോ. ഇന്ന് മാർസിയുടെ അകത്തട്ടിലേക്കൊന്ന് ചെന്ന് നോക്കിയാൽ പടച്ചറപ്പേ 6 വയസ്സുള്ള 7 വയസ്സുള്ള 9 വയസ്സുള്ള 10 വയസ്സുള്ള മക്കള് ക്യാൻസർ എന്ന് പറയുന്ന മഹാരോഗത്തിൽ പെട്ടിട്ട് വേദന കൊണ്ട് പിടഞ്ഞ് സങ്കടത്തോടെ കഴിയുന്ന എത്രയോ പ്രിയപ്പെട്ട കൊച്ചുമക്കളുണ്ട്. ആ പ്രിയപ്പെട്ട പൊന്നുമക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് തേങ്ങി കരയുന്ന എത്രയോ പ്രിയപ്പെട്ട ഉമ്മമാരുണ്ട്, എത്രയോ പ്രിയപ്പെട്ട ഉപ്പമാരുണ്ട്. അതുകൊണ്ട് അല്ലാഹു നമ്മുടെ പൊന്നുമക്കൾക്ക് ക്യാൻസർ പോലെ, അപസ്മാരം പോലെ, അറ്റാക്ക് പോലത്തെ മാരകമായ രോഗങ്ങൾ തരാതിരിക്കാം. നിങ്ങളുടെ 2 കരങ്ങളും പടച്ചു തമ്പുരാ അല്ലാഹുവിലേക്കൊന്ന് ഉയർത്തിയിട്ട് ചോദിച്ചാൽ അല്ലാഹു തട്ടിക്കളയില്ല. എപ്പോഴാണ് ഏത് സമയത്ത് ആ രോഗം വരാന്ന് പറയാൻ പറ്റൂല. മക്കൾക്ക് എപ്പോഴാണ് സങ്കടം വരുന്നതെന്ന് പറയാൻ പറ്റൂല. ഏത് സമയത്ത് രോഗം വന്നാലും അല്ലാഹുവേ നമ്മളും അതിനകത്തൊരു പങ്കുകാരാണ്. എന്റെ രക്ഷിതാക്കളോട് ഉമ്മമാരോട് പറഞ്ഞു പോവുകയാണ്, എന്റെ സഹോദരാ, എന്റെ പ്രിയമുള്ളവരെ, ദുനിയാവിന്റെ പുറത്തുകൂടെ സഞ്ചരിച്ചുകൊണ്ട് കടന്നു പോകുമ്പോൾ അല്ലാഹുവേ നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണ് നമ്മൾ നെട്ടോട്ടമോടുന്നത്, മക്കൾക്ക് വേണ്ടിയാണ് മുന്നോട്ട് നടക്കുന്നത്, മക്കൾക്ക് വേണ്ടിയാണ് കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് കടന്നു വരുന്നത്. എന്നാ നിങ്ങൾക്കറിയുമോ, സുബ്ഹാനല്ലാഹ്, ഉബൈദത്തുൽ അൻസാരി റളിയല്ലാഹു തആല എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അതാ കടന്നു വന്ന സഹോദരനോട് ചോദിക്കുകയാ, നിന്റെ ഭാര്യ ഗർഭവതിയായിരിക്കുന്ന സമയത്ത് ഞാൻ അവിടെ നിന്ന് ചോദിക്കുന്ന ചിന്ത നിനക്കോ നിന്റെ ഭാര്യക്കോ ഉണ്ടായിരുന്നോ? അവിടെ നിന്ന് ചോദിക്കുന്ന എന്താണ്, എന്തേ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അല്ലാഹുവേ, കേൾക്കാനുള്ള ധൃതി കൊണ്ട് ചോദിച്ചു പോയി. അവിടെ നിന്ന് പറയുകയാണ്, ചോദിക്കുകയാണ്, ഒന്നാമത്തെ കാര്യം, നിന്റെ ഭാര്യ ഗർഭവതിയായിരിക്കുന്ന സമയത്ത് അല്ലാഹുവിന് വേണ്ടിയാണ്, അല്ലാഹു താൻ തന്ന സമ്മാനമാണ്. അതുകൊണ്ട് നീ കുഞ്ഞുമകനിക്ക് രോഗങ്ങൾ കൊടുക്കല്ലേ, വിഷമങ്ങൾ കൊടുക്കല്ലേ, നൊമ്പരങ്ങൾ കൊടുക്കല്ലേ എന്ന് പറഞ്ഞു ദുആ ചെയ്യുന്നതിനോടൊപ്പം അല്ലാഹുവേ, എന്റെ പൊന്നുമകനെ നല്ലൊരു ആലിമാക്കാമെന്ന് വിചാരിച്ചോ, നല്ല ദീനിന് ഉപകാരപ്പെടുന്ന മകനാക്കാമെന്നോ മകളാക്കാമെന്നോ ചിന്തിച്ചോ? ഗർഭാശയത്തിന്റെ ഉള്ളിലുള്ള കുട്ടിയെ പറ്റി 100 ചിന്തയാണ്. ഒന്നുകിൽ അവൻ ആണാണെങ്കിൽ എഞ്ചിനീയർ, ഡോക്ടർ, പെൺകുട്ടിയാണെങ്കിൽ ടീച്ചർ, ഓരോ മേഖലയിലാണ്. എന്നാൽ നിങ്ങൾ ഒന്നുമാക്കിയിട്ടില്ലെങ്കിലും നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ നിങ്ങളുടെ മക്കളെ നിങ്ങൾ ഗർഭം ചുമക്കുന്ന സമയം തന്നെ അല്ലാഹുവേ, നിന്റെ ദീനിന്റെ മാർഗത്തിൽ ഞാൻ വിടാ എന്നുള്ള നീയത്തുണ്ടായിരുന്നോ? അവിടെ നിന്ന് പറഞ്ഞു, ഇല്ല, ഞാൻ അങ്ങനെ മനസ്സുകൊണ്ട് കരുതിയിട്ടില്ല. ഉബൈദത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇവർ 2 പേരും കൊച്ചുമക്കളാണ്. നിങ്ങൾ ഇവരെ പഠിപ്പിച്ചിട്ടില്ലെങ്കിലും ആലിമാക്കിയിട്ടില്ലെങ്കിലും നിങ്ങൾക്കൊന്ന് മനസ്സ് കൊടുക്കാൻ പറ്റുമോ? ഈ മക്കളെ റബ്ബിന്റെ ദീനിന് വേണ്ടിയിട്ട് സേവനം ചെയ്യാൻ, ഖിദ്മത്ത് ചെയ്യാൻ പറ്റുന്ന മക്കളാക്കി മാറ്റുമെന്ന് ചിന്തിക്കാൻ പറ്റുമോ നിങ്ങൾക്ക് 2 പേർക്കും? 6-7 വയസ്സ് നിങ്ങൾ മക്കളെ വിട്ടില്ലെങ്കിലും ഒന്ന് ചിന്തിക്കാൻ, പടച്ചോനെ, എന്റെ കുട്ടിയെ ഞാൻ നല്ലൊരു ആലിമാ.
നല്ലൊരു ആബിദാക്കും നല്ലൊരു ഹാഫിളാക്കും ആലിമാക്കും നിങ്ങൾ ഇനി പഠനത്തിന് വേണ്ടി വിട്ടില്ലെങ്കിലും ആ പ്രിയപ്പെട്ട മക്കളെ കൊണ്ട് അങ്ങനെ ചിന്തിച്ചൂടെ? ആ ചിന്ത തന്നെ മതി നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടാൻ. അപ്പൊ ഒന്നാമത്തെ കാര്യം പറഞ്ഞു, പടച്ച റബ്ബേ മക്കള് വളർന്നു വരുന്ന മക്കളെ കൊണ്ട് നിന്റെ ദീനിന് ഉപകാരപ്രദമായ മക്കളാക്കണേ അല്ലാ. അത് മാത്രവുമല്ല, മക്കൾക്ക് രോഗം വരാതിരിക്കാൻ, സങ്കടം വരാതിരിക്കാൻ ഏത് സമയത്തും എന്റെ പ്രിയമുള്ളവരെ നമ്മൾ ദുആറക്കണം. എന്റെ പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, ജീവിതത്തിന്റെ അല്ലാഹുവേ ജീവിതത്തിന്റെ വഴിവക്കിലൂടെ കടന്നു പോകുമ്പോ ത്യാഗങ്ങളും സങ്കടങ്ങളും പരീക്ഷണങ്ങളും ദുഃഖങ്ങളും വരാതിരിക്കാൻ, ഭാര്യയെ കൊണ്ട് വേവലാദികൾ വരാതിരിക്കാൻ, മക്കളെ കൊണ്ട് വേവലാദികൾ വരാതിരിക്കാൻ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയ്യുൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയ്യുൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. ഈ വരറ്റ അല്ലാഹുവിന്റെ ഖുർആനിന്റെ ഈ വരായത്ത് ഇത് നിങ്ങൾക്കൊരു ദുആയാണ്, നിങ്ങൾക്കൊരു ഔഷധമാണ്. നിങ്ങളുടെ മക്കളെ സന്തോഷത്തോടെ കാണണമെന്നാണല്ലോ പറയുന്നത്. ആ മക്കൾക്ക് രോഗങ്ങൾ വരാതിരിക്കാൻ, സങ്കടങ്ങൾ വരാതിരിക്കാൻ ഈ വരായത്ത് നല്ലതാണ്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദിയാതിനാ ഖുർറത അയ്ൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. നല്ല നീയത്തോടെ നല്ല മനസ്സോടെ നിങ്ങൾ ഓതുകയാണെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് മാരകമായ രോഗത്തെ തൊട്ട്, സങ്കടത്തെ തൊട്ട്, ബുദ്ധിമുട്ടുകളെ തൊട്ട് നിങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമക്കൾക്ക് രക്ഷപ്പെടാൻ പറ്റും. ശ്രദ്ധിച്ചിട്ടില്ലെങ്കിലാണ് വിഷയം വരുന്നത്. അതുകൊണ്ട് ചൊല്ലുമോ പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ, അല്ലാഹുവിയപ്പം നമ്മൾ ദുആ ചെയ്താലും ഒരുപാട് ദുആ നമ്മൾ ചെയ്തുകൊണ്ട് കടന്നു വരുന്നതാണ്. ആ കൂട്ടത്തിൽ ഒറ്റ ദുആ ചെല്ലാൻ പറ്റുമോ? റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ ഖുർറത അയ്യുൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. അല്ലാഹുവിന്റെ ഖുർആനിലൂടെ കടന്നു വന്ന ഈ ഒരു ചെറിയ വരായത്ത് നിങ്ങൾ ദുആയായിട്ട് ചൊല്ലിയാ നിങ്ങളുടെ മക്കളെ കൊണ്ട് സങ്കടപ്പെടേണ്ടി വരില്ല, വിഷമിക്കേണ്ടി വരില്ല, ദുഃഖിക്കേണ്ടി വരില്ല. അല്ലാഹുവേ പൊട്ടിക്കരഞ്ഞുകൊണ്ട് കിടന്നുറങ്ങേണ്ടുന്ന ഒരവസ്ഥ പോലും നിങ്ങൾക്ക് വരില്ല. ചെറിയൊരു ദുആ എല്ലാ രോഗങ്ങളെ തൊട്ടും അല്ലെ മക്കളെ നല്ല രൂപത്തിൽ എങ്ങനെ കാണാം? അവർക്ക് രോഗമില്ലെങ്കിൽ നമുക്ക് അവരെ കാണുമ്പോൾ അവരുടെ ചിരിയും കളിയും കാണുമ്പോൾ സന്തോഷം. രോഗം പിടിച്ചു കിടക്കുന്ന മക്കളാണെങ്കിൽ ആ മക്കൾ എത്ര ചിരിച്ചാലും നമ്മുടെ ഖൽബൊന്ന് പിടഞ്ഞു പോകും. രോഗമായി കിടക്കുന്ന മക്കള് നല്ല പനി പിടിച്ചു കിടക്കാൻ ഒന്ന് ചിരിച്ചു, എന്നാലും നമ്മൾ പറയും എന്റെ കുട്ടി ചിരിക്കുന്നെങ്കിലും അവന് തീരെ സുഖമില്ല എന്ന് പറയില്ലേ? അറിയാതെ കൽബങ്ങ് പിടഞ്ഞു പോകൂലേ പെങ്ങളെ? അതുകൊണ്ട് ഉമ്മ നിങ്ങൾ ചെയ്യേണ്ടുന്നൊരു കാര്യമുണ്ട്. നിങ്ങളുടെ പ്രിയപ്പെട്ട പുന്നാര മക്കളുണ്ടല്ലോ, ആഴ്ചയിൽ ഏതെങ്കിലും 3 ദിവസം ആമനർ റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബി, അല്ലാഹുവേ ആമനർ റസൂൽ അവിടുന്ന് ഓതി കൊടുക്കണം. ആമന റസൂൽ മക്കൾ ഓതി കൊടുക്കണം. ആഴ്ചയിൽ 3 തവണ ഓതിയിട്ട് അവരുടെ തലയിൽ മന്ത്രിച്ചു കൊടുക്കണം. അവർക്ക് രോഗം വരുന്നതിനെ തൊട്ടും സങ്കടം വരുന്നതിനെ തൊട്ടും അവർക്കതൊരു നല്ലൊരു പരിചയമാണ്. ആഴ്ചയിൽ 3 തവണ കുല്ലുൻ ആമന ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറുസുലിഹി ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റുസുലിഹി വഖാലൂ സമിഅനാ. വളരെ ചുരുങ്ങിയത് 1 മിനിറ്റ് പോലും വേണ്ട. നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ ഇത് ഓതി കൊടുക്കുക ആഴ്ചയിൽ 3 തവണ. എപ്പോഴായാലും വിഷയമില്ല. ഏറ്റവും നല്ലത് ബുധൻ, വ്യാഴം, വെള്ളി. ഈ 3 ദിവസം നിങ്ങൾ ഓതി കൊടുത്താൽ അത് മക്കളെ രോഗത്തെ തൊട്ട് തടയുന്നതാണ്.
ലോകത്ത് മാതാ സാധാരണ കൊച്ചുമക്കൾക്കറിയില്ല, കൊച്ചുമക്കൾക്കറിയില്ല. എന്തിനേറെ പടച്ചറബേ ഖുർആൻ മുഴുവനും മനഃപ്പാഠമാക്കിയവനാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അല്ലാഹുവേ, വേണ്ടുന്നത് വേണ്ടുന്ന സ്ഥലത്ത് നമ്മൾ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അവിടെയാ നമുക്ക് പരാജയം സംഭവിച്ചു പോകുന്നത്. ഉമ്മമാര് മുഴുവനും ഖുർആൻ ഓതുന്നവരാണ്, ആമന റസൂൽ ഓതുന്നവരാണ്, സ്വലാത്തുകൾ ചൊല്ലുന്നവരാണ്, ദിക്റുകൾ ചൊല്ലുന്നവരാണ്, തസ്ബീഹുകൾ ചൊല്ലുന്നവരാണ്. എന്ത് പറ്റിയാലും എപ്പോഴൊക്കെ എവിടൊക്കെ ചെല്ലാൻ പറ്റുമോ അവിടെയെല്ലാം ചെന്നുകൊണ്ട് കടന്നു വരുന്നവരാണ്. നന്മ എവിടെയുണ്ടോ അവിടെല്ലാം ഭാര്യയെടുക്കാൻ പോകുന്നവരാണ്. ഇന്ന് നമ്മൾ നോക്കുമ്പോ നമ്മുടെ മക്കൾക്ക് പനിയില്ല, നമ്മുടെ മക്കൾക്ക് ചുമയില്ല, നമ്മുടെ മക്കൾക്ക് തലവേദനയില്ല, അതുകൊണ്ട് എന്റെ മകനിക്ക് രോഗമെന്ന് ഇപ്പോഴൊന്നും വരൂല്ല എന്ന് പറഞ്ഞുകൊണ്ട് നടക്കാതെ ഒരു ദിവസത്തില്, ആഴ്ചയിൽ 3 ദിവസത്തില് ഒരു വ്യാഴാഴ്ച മക്കളെ പിടിച്ചടുത്തിരുത്തിയിട്ട് ഒരു തവണ ആമന റസൂൽ ഓതി കൊടുക്കാൻ പറ്റുമോ? എന്റെ പ്രിയമുള്ളവരെ, എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, ഉപ്പമാരെ, ഉമ്മമാരെ, നിങ്ങൾ നിങ്ങളുടെ പൊന്നുമക്കൾക്ക് അങ്ങനെ ചെയ്താൽ ആ മക്കൾക്ക് അല്ലാഹു രോഗം കൊടുക്കാതെ സന്തോഷിപ്പിക്കും. ആ മക്കൾക്ക് രോഗം കൊടുക്കാതിരിക്കുമ്പോൾ ഏറ്റവും വലിയ സന്തോഷം നമുക്കുമാണ്. ആ മക്കൾക്ക് രോഗം കൊടുക്കാതെ സന്തോഷിക്കുമ്പോ ഏറ്റവും വലിയ സന്തോഷം നമുക്കാണ്. നമുക്ക് രോഗങ്ങളോ നമുക്ക് പ്രയാസങ്ങളോ സങ്കടങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു കുഴപ്പമില്ല. പക്ഷേ നമ്മുടെ പ്രിയപ്പെട്ട പുന്നാര മക്കൾക്കാണ് വരുന്നതെങ്കിൽ അത് വല്ലാത്തൊരു വിഷയമാണ്, വല്ലാത്തൊരു വിഷയമാണ്. അപ്പൊ അതുകൊണ്ട് മക്കൾക്ക് രോഗങ്ങൾ വരാതിരിക്കാൻ നമ്മൾ എപ്പോഴും നമ്മൾ ഓതിക്കൊടുക്കണം. അവിടെ നിന്നൊരു പെണ്ണ് വന്നിട്ട് പറഞ്ഞൊരു മഹാനുഭാവന്റെ മുമ്പില് എന്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ സഹോദരിമാര്, എന്റെ ഉമ്മമാരെന്ന് പഠിക്കുമോ കേൾക്കുമോ? ഒരു പെണ്ണ് വന്നിട്ട് ആലിമായൊരു മനുഷ്യനോട് പറയാണ്, സഹോദരാ, എന്റെ മക്കളുണ്ട്, ആ മക്കള് രോഗമായി വീടിന്റെ ഉള്ളിലാണ്. മക്കള് രോഗമായി വീട്ടിന്റെ ഉള്ളിൽ കരയുകയാ. എത്രയാ വയസ്സ്? 17ഉം 18ഉം വയസ്സ് കഴിഞ്ഞ മക്കളാ. 17ഉം 18ഉം വയസ്സ് കഴിഞ്ഞ മക്കളാണ്. ആ മക്കള് രോഗികളാണ്. സങ്കടത്തോടെ പെണ്ണ് ഒലിക്കുന്ന കണ്ണുനീരോടെ വന്നുകൊണ്ട് അവിടെ നിന്ന് പറഞ്ഞു, കരയുന്ന കണ്ണീരിൻ സാന്ത്വനമേ, വാക്കാലെ ചൊന്നിടും പൂമനമേ, സങ്കടമാകെ ഒഴുകിയിടും നീ, കഥനത്താലാകെ ഉരുകിയിടും നീ, പുന്നാരക്കനിമക്കള് തേങ്ങിടും നീ, വീടിനകത്തട്ടുറങ്ങിടും നീ, വേദന മാറാതെ തേങ്ങിടും നീ, കണ്ണീരാലവരാരും പൊട്ടിയിടും നീ. അല്ലാഹുവേ, നല്ല മനസ്സും നല്ല സന്തോഷമുള്ളവരായിരുന്നു. പക്ഷേ രോഗങ്ങളെന്ന് പറയുന്ന രോഗമെന്ന് പിടിപെട്ടിട്ട് വീടിന്റെ ഉള്ളറയിൽ കഴിയുമ്പോ ഈ മഹാനുഭാവന്റെ മുമ്പിൽ വന്ന് ചോദിക്കുന്നു, നിങ്ങള് എന്തെങ്കിലും ഒരു മരുന്നെന്ന് പഠിപ്പിക്കുമോ? എന്റെ മക്കള് സന്തോഷിക്കട്ടെ, അവരുടെ വേദന മാറട്ടെ, അവരുടെ വിഷമം മാറട്ടെ, അവരുടെ ദുഃഖം മാറട്ടെ, അതുകൊണ്ട് നിങ്ങൾ സന്തോഷത്തോടെ കടന്നു വരാമോ? എന്തെങ്കിലും ഒന്ന് പഠിപ്പിക്കുമോ? മഹാനുഭാവൻ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, മോളെ, നീ നിന്റെ മക്കൾക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ദുആ ചെയ്യേണ്ടെന്ന സമയം എപ്പോഴെന്നറിയുമോ? നിനക്ക് ഏറ്റവും കൂടുതൽ ക്ഷീണമുള്ള സമയം ഏതാണ്? ആ സമയത്ത് നീ ദുആ ചെയ്യണം. മക്കൾക്ക് വേണ്ടി നിനക്ക് ഏറ്റവും കൂടുതൽ ക്ഷീണമുള്ള സമയം ഉണ്ടല്ലോ, ആ സമയം ദ്വാരക്കണം. അതേതാ? ഏതാണ്? നമ്മുടെ ഈ സമയമാണോ? അസറിന്റെ ടൈമിലാണ് മനുഷ്യനിക്ക് ഏറ്റവും കൂടുതൽ ഉറക്ക് വരുന്ന ടൈമും അതാണ്. ചില ആളുകൾക്ക് അസർ നിസ്കാരം കഴിഞ്ഞ് ഇങ്ങനെ വെറുതെ അറിയാതെ ഉറക്ക് വരും, അറിയാതെ ഉറക്ക് വരും അല്ലേ? ക്ഷീണം വരുന്ന സമയത്ത് റബ്ബിലേക്ക് അടുത്തിട്ട്, പടച്ചോനെ, നീ എന്റെ പാവങ്ങൾ പൊറുക്കണേ, നിന്റെ സന്തോഷം തരണേ അല്ലാ. നല്ല മനസ്സോടുകൂടി പറഞ്ഞ ഈ പെണ്ണിനോട് പറഞ്ഞു, മോളെ, അസർ നിസ്കരിച്ചിട്ട് നിസ്കരിക്കാതെയല്ല. ചില ആളുകൾ വിചാരിക്കും നിസ്കരിക്കാതെ അങ്ങോട്ട് ദുആ ചെയ്ത കാര്യമൊക്കെ അല്ലാഹ് അങ്ങ് എത്തിച്ചേരുമെന്ന്. നടന്നെ അല്ലേ? പക്ഷെ അല്ലാഹ് എല്ലാവർക്കും ഭക്ഷണവും വെള്ളമൊക്കെ തരും. അതിപ്പോ അയ്യപ്പനും കൊടുക്കും, രമണനും കൊടുക്കും, സുധീറിനും കൊടുക്കും, അബൂബക്കറിനും കൊടുക്കും, ഫാദറിനും കൊടുക്കും, ക്രിസ്റ്റോയ്ക്കും കൊടുക്കും, എല്ലാവർക്കും കൊടുക്കും. പക്ഷേ 2 വഴികളിലൂടെ
ഇല്ലേ? അള്ളാഹു നമുക്ക് തന്ന മക്കള് ബറക്കത്താണ്. അള്ളാഹുവേ ദുആ ചെയ്യുമ്പോ 3 കാര്യങ്ങൾ കൊണ്ട് മക്കൾക്ക് വേണ്ടി ദുആ ഇറക്കണം. അതിൽപ്പെട്ട ഒന്നാമത്തെ കാര്യം ഏതാ? അള്ളാഹുവേ എന്റെ മക്കളിൽ നീ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. ഒന്നാമത്തെ ദുആ മക്കൾക്ക് വേണ്ടി എപ്പ ചെയ്താൽ സഹോദരിമാരെ ചെയ്യണം, അല്ലാഹ് എന്റെ മക്കളിൽ, എന്റെ മകളിൽ, എന്റെ മകനിൽ നീ ബറക്കത്ത് ചെയ്യണേ തമ്പുരാനെ. ആ ഒരു ദുആ നിങ്ങളുടെ ദുആ ഉണ്ടല്ലോ, അതിനപ്പുറം സന്തോഷം വേറൊന്നുമില്ല, അതിനപ്പുറം ആനന്ദം വേറൊന്നുമില്ല. അതുകൊണ്ടാണ് മഹാനുഭാവൻ പറഞ്ഞത്, അസർ നിസ്കാരം കഴിഞ്ഞാൽ മോളെ നീ നിന്റെ വീടിന്റെ കത്തട്ടിലേക്കൊന്ന് കടന്നിരുന്നിട്ട് നല്ല മനസ്സോടെ നല്ല നീയത്തോടെ നീ ഒന്ന് ദുആ ചെയ്യണം. അതിൽപ്പെട്ട ഒന്നാമത്തെ ദുആ ഏതാ? അല്ലാഹ് എന്റെ മക്കളിൽ ബറക്കത്ത് ചെയ്യണേ റബ്ബേ. ഏതെല്ലാം കാര്യങ്ങൾ ഏതെല്ലാം വഴികളിലൂടെ പോലും ബറക്കത്തില്ലെങ്കിൽ അതിനൊരു സന്തോഷം ഉണ്ടാവില്ല. നമുക്കൊരു പേനയുണ്ടെങ്കിലും ആ പേനയിൽ ബറക്കത്ത് വേണം. നമ്മൾ എപ്പോ ദുആ ഇറക്കുമ്പോഴും അള്ളാഹു നമുക്ക് തന്ന സമ്പത്തുണ്ടല്ലോ, ആ സമ്പത്തിൽ ബറക്കത്ത് ചെയ്യണേ എന്ന് പറയണം. അപ്പോ ആ സമ്പത്ത് കൊണ്ട് എപ്പോഴും ഹോസ്പിറ്റലിൽ പോകേണ്ട ഒരു അവസ്ഥ വരില്ല. പക്ഷേ ചിലർക്ക് അള്ളാഹു പരീക്ഷണം കൊടുക്കും. ഈ പരീക്ഷണം കൊടുക്കുന്നത് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തവർക്കല്ല, അള്ളാഹുവിന് ഇഷ്ടമുള്ളവർക്കാണ്. ഇല്ലേ? അപ്പൊ അതുകൊണ്ട് മക്കളെ കൊണ്ട് ദുആ ചെയ്യുമ്പോ ഒന്നാമത്തത് അല്ലാഹുവേ മക്കളിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. രണ്ടാമത്തതായിട്ട് അല്ലാഹുവേ നിന്നെ വഴിപ്പെടുന്ന മക്കളാക്കണേ അല്ലാഹ്. ഒന്ന് പടച്ചോനെ മക്കളിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. 2 നിന്നെ വഴിപ്പെടുന്ന മക്കളാക്കണേ അല്ലാഹ്. ഈ ദുആ ചെയ്താൽ മക്കള് പിന്നെ നിങ്ങളെ ആരും വിളിച്ചിട്ട് പറയില്ല നിങ്ങളുടെ മകൻ അവിടുന്ന് കഞ്ചാവ് അടിച്ചിട്ട് കെറിയിരിക്കണം എന്ന് പറയില്ല, നിങ്ങളുടെ മകന്റെ കൂട്ടുകെട്ട് മോശമായെന്ന് പറയൂല. ഒന്ന് ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്യണം. 2 അല്ലാഹുവേ നിന്റെ ദീനിന്റെ ചിട്ടയിൽ വളരുന്ന മക്കളാക്കണേ അല്ലാഹ് എന്ന് പറഞ്ഞിട്ട് ദുആ ഇറക്കണം. രണ്ടാമത്തെ ദുആ. മൂന്നാമത്തെ ദുആ ഏതാണ്? ചോദിക്കേണ്ട ടൈം ഏതാണ്? അസറിന്റെ ടൈമിലാണ്. അസർ നിസ്കാരം കഴിഞ്ഞിട്ടാണ് ചോദിക്കേണ്ടുന്നത്. മൂന്നാമത്തെ ദുആ ഏതെന്നറിയുമോ? അല്ലാഹുവേ മാരകമായ രോഗങ്ങളിൽ നിന്ന് എന്റെ മക്കളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ഒരു ഉമ്മാന്റെ ദുആയാണ്, അല്ലാഹു തട്ടിക്കളയൂല, അല്ലാഹു തട്ടിക്കളയൂല. ഒരു ഉമ്മയുടെ ദുആ അല്ലാഹു തട്ടൂല. അതുകൊണ്ടാണ് ഈ 3 കാര്യങ്ങൾ കൊണ്ട് ദുആ ചെയ്യാൻ പറഞ്ഞു. ഈ പെണ്ണതാ ഓടുകയാണ്, വീടിന്റെ അകത്തട്ടിലേക്കൊന്ന് കടന്നിരുന്നു. അസർ നിസ്കാരത്തിന് ഉളവെടുത്തുകൊണ്ട് കടന്നു വന്നു. അല്ലാഹുവേ മക്കള് കിടക്കുന്ന കണ്ടിട്ട് സഹിക്കാൻ കഴിയുന്നില്ല. അവിടെ നിന്ന് ദുആ ചെയ്തു, റബ്ബേ എന്റെ പുന്നമക്കളില് നീ ബറക്കത്ത് ചെയ്യണേ റബ്ബേ. അല്ലാഹ് നിന്റെ ദീനിന്റെ ചിട്ടയിൽ വളരുന്ന മക്കളാക്കി മാറ്റണേ റബ്ബേ എന്ന് പറഞ്ഞ് നിറഞ്ഞ മനസ്സോടെ ദുആ ചെയ്തു. 7 ദിവസം കഴിഞ്ഞിട്ടില്ല, 1.5 മാസമായി കിടന്നിരുന്ന മക്കള് എഴുന്നേക്കാനും നടക്കാനും അവരവരുടെ ജീവിതത്തിന്റെ മാർഗങ്ങളിലൂടെ കടന്നു പോകാനും അവർക്ക് കഴിഞ്ഞെങ്കിൽ ഉമ്മ ചെയ്ത ഒറ്റ ദുആയാണ്, അല്ലാഹുവേ മക്കളിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. എപ്പോഴാ ചോദിച്ചത്? അസറിന്റെ ടൈമിന്. ഇപ്പൊ ഈ ടൈമിൽ നിങ്ങൾ ദുആ ചെയ്ത അല്ലാഹു ഉത്തരം തരൂലേ? കാരണം ഉമ്മമാര് നേരം വെളുത്ത് എഴുന്നേൽക്കുന്നവരാണ് സാധുക്കൾ. പടച്ചോനെ ഈ സമയത്തും എന്നോടൊപ്പം ഒരുമിച്ച് കൂടുന്ന ക്ഷീണമാണ്, എന്നിട്ട് ഒരുമിച്ച് കൂടുന്ന മുഴുവൻ ആളുകൾക്കും സഹോദരിമാർക്കും അല്ലാഹ് ഇതിനേക്കാളുപരി നിന്റെ സ്വർഗത്തിന്റെ സന്തോഷത്തിൽ നല്ല തണലിൽ ഉല്ലസിക്കാനുള്ള സൗഭാഗ്യം നീ പ്രദാനം ചെയ്യണേ റബ്ബേ. വേദനയും ദുഃഖവും ദുരിതവും ഒന്നും കൊടുത്തിട്ട് നീ അവരെ പരീക്ഷിക്കല്ല പടച്ചവനെ. നമ്മൾ വിചാരിച്ച എന്റെ പൊന്നാര സഹോദരങ്ങൾ നമ്മുടെ മക്കളൊക്കെ രക്ഷപ്പെടും, അവരൊക്കെ നല്ല വഴിയിലൂടെ കടന്നു പോകും, ഇല്ലേ? അപ്പൊ മക്കളൊക്കെ വേണ്ടി ഇങ്ങനെ ദുആ ചെയ്യണം. ഇനി ഉമ്മയാണോ മക്കളെ രോഗിയാക്കുന്നത്? ഉമ്മ ഇനി ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളാണോ നിങ്ങളുടെ മക്കളെ രോഗിയാക്കുന്നത്? ഈ ഉമ്മ എന്ന് പറഞ്ഞാണ്ടല്ലോ ചില്ലറയല്ല. ഉമ്മ വെറുതെ പറയുന്ന ഒരു വാക്കും അത് അല്ലാഹു സ്വീകരിക്കുന്ന. സുബ്ഹാനല്ലാഹ്. മക്കളെ പറ്റിയിട്ട് ഉമ്മ വെറുതെ പറയുന്ന ഒരു വാക്കും അല്ലാഹു സ്വീകരിക്കുന്നു.
ഉമ്മ അങ്ങനല്ലേ? ഉമ്മ എന്ന് വിളിക്കുമ്പോ അതൊരു സ്നേഹല്ലേ? ഉമ്മ ഉമ്മ എന്ന് വിളിക്കാനാരും മടിക്കല്ലേ, ഉമ്മയുടേതൻ കൽബിനെ വെട്ടിമുറിക്കല്ലേ. ഉമ്മതങ്കാൽക്കൽ സ്വർഗമതുണ്ട് ത്വാഹ മുഹമ്മദിൽ, വാക്കുകൾ നമ്മിൽ പാരതിൽ മാറന്നീടല്ലേ. ഉമ്മ ഉമ്മ എന്ന് വിളിക്കാനാരും മടിക്കല്ലേ, ഉമ്മയുടേതൻ കൽബിനെ വെട്ടിമുറിക്കല്ലേ. ഉമ്മാന്ന് വിളിക്കാൻ ആരും മടിക്കരുത്, ഉമ്മയുടെ കൽബിനെ വെട്ടിമുറിക്കരുത്. ഇല്ലേ? എന്റെ പുന്നാര ഉമ്മമാരോട് പറയാൻ, നിങ്ങൾ നിങ്ങളുടെ മക്കളെ പറ്റി ചില കാര്യങ്ങൾ പറയാം. എടാ നീ അങ്ങനെ ചെയ്യ്, നിനക്ക് ആ രോഗം വരട്ടെ, നീ ആ വെള്ളം കുടിച്ചു, നിനക്ക് അസുഖം വരട്ടെ. ചില ഉമ്മമാരറിയാതെ പറഞ്ഞു പോകും. ചിലപ്പോ അവര് പറയുന്നത് മക്കൾക്ക് വേണ്ടിയാണ്. മക്കള് ആ വെള്ളം കുടിക്കാതിരിക്കാൻ, അല്ലെങ്കിൽ ആ ഭക്ഷണം കഴിക്കാതിരിക്കാൻ ഉമ്മമാരറിയാതെ പറയും, മോനെ എടാ അത് നീ കുടിക്കണ്ട, എടാ നിനക്ക് അസുഖം വരും. ഇല്ലേ? ഒരു വട്ടമല്ല, രണ്ട് വട്ടമല്ല, പല പ്രാവശ്യം ആവർത്തിച്ചു പറഞ്ഞു. ഇതിന്റെ തെളിവാണ്, ഒരു കുട്ടിക്ക് എന്നും വയറുവേദനയാണ്. വേദനിച്ച് സഹിക്കാൻ കഴിയാതെ നമ്മൾ ഈ പറഞ്ഞ ആലിമായ മനുഷ്യന്റെ മുമ്പിൽ കൊണ്ടുവരികയാണ്. ചോദിച്ചു, പെങ്ങളെ ഞാൻ നിന്നോടൊരു കാര്യം ചോദിച്ചാൽ നീ കറക്റ്റായി ഉത്തരം പറയണം. എന്ന് രോഗാണോ? എന്നും രോഗാണ്. എപ്പോഴാ രോഗം തുടങ്ങുക? ഭക്ഷണം കഴിക്കാൻ ഒരുങ്ങുമ്പോ എന്റെ കുട്ടിക്ക് രോഗമാണ്, വല്ലാത്ത സങ്കടം. എന്തെല്ലാം മരുന്ന് കഴിച്ചെന്നറിയുമോ? മാറുന്നില്ല. ഒരുപാട് മരുന്ന് കഴിച്ചു മാറുന്നില്ല. ഇനി എന്ത് ചെയ്യും? നിങ്ങൾ അതിനെ പറ്റി അതിന് വേണ്ടുന്നൊരു വഴിയൊന്ന് പഠിപ്പിക്കുമോ? അല്ലാഹുവേ, നീറുന്ന മനസ്സോടെ സങ്കടത്തോടെ ഈ ഉമ്മ കരഞ്ഞു കലങ്ങുന്ന കണ്ണുകളോടെ വന്നിട്ട് മഹാമനുഷ്യന്റെ മുമ്പിൽ പറയുമ്പോ ചോദിച്ചു പോയി, ഞാൻ ചോദിക്കാം, പക്ഷേ നീ കറക്റ്റായി ഉത്തരം പറയണം. തങ്ങളെ നിങ്ങൾ പറഞ്ഞോ, കറക്റ്റ് അല്ലാത്ത ഒന്നും ഞാൻ പറയില്ല. നിങ്ങൾ പറഞ്ഞോ, ഞാൻ കറക്റ്റേ പറയുള്ളൂ. ചോദിച്ചു ഒന്നാമത്തെ ചോദ്യം, മോളെ നീ നിന്റെ കുട്ടിയോട് എപ്പോഴും നിനക്ക് എപ്പോഴും അസുഖം വരും, എന്ത് കഴിക്കാനെടുത്താലും എന്ത് കുടിക്കാനെടുത്താലും നീ അസുഖം വരും എന്നൊരു വാക്ക് നിന്റെ കുട്ടിയോട് നീ പറയാറുണ്ടോ? ഇന്ന് നമ്മളെല്ലാരും പറയുന്നൊരു വാക്കാണ്. നമ്മുടെ മക്കളോട് നമ്മളെല്ലാരും പറയണം, നീ അത് അങ്ങനെ കഴിച്ചോ, നിനക്ക് അസുഖം വരട്ടെ. ഉമ്മമാര് പറയാം, നീ കഴിച്ചോ, ഞാൻ ഒന്നും പറയുന്നില്ല, നിനക്ക് അസുഖം വരട്ടെ. ഇത് നിങ്ങളുടെ ദുആയല്ലേ, നിനക്ക് അസുഖം വരട്ടെ. പക്ഷെ കാര്യം നിസ്സാരാണ്, പക്ഷെ വലിയ ഗൗരവമാണ്. ഇല്ലേ? മഹാനുഭാവൻ ചോദിച്ചു, നീ നിന്റെ കുട്ടിയോട് ഇങ്ങനെ പറയാറുണ്ടോ? അവിടെന്ന് പറഞ്ഞു, തങ്ങളെ അവൻ പലതുമെടുത്ത് കഴിക്കുമ്പോ ഞാൻ പറയാറുണ്ട് നിനക്ക് അസുഖം വരട്ടെ എന്ന്. പക്ഷേ തങ്ങൾ പറഞ്ഞു, മോളെ നീ ഒരു ഉമ്മയാണ്, നീ അവനെ പ്രസവിച്ചു വളർത്തിയവളാണ്, നീ വെറുതെ പറയുന്ന വാക്കുപോലും അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമാണ്. നീ വെറുതെ പറയുന്നൊരു വാക്കുപോലും പടച്ചവന്റെ മുമ്പിൽ അത് സ്വീകാര്യമാണ്. ഇനി എന്റെ ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ ഉമ്മമാരെ ശ്രദ്ധിക്കുക, നിങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ തൗബ ചെയ്ത് മടങ്ങണം, പശ്ചാത്തപിക്കണം. എന്താണ്, എപ്പോഴാണ് മക്കള് വീണു പോകുന്ന എന്നറിയില്ല. അവിടെ നിന്ന് മഹാമനുഷ്യ പറഞ്ഞു കൊടുത്തു, മോളെ നിന്റെ ആ വെറുതെ ഉള്ള ദുആ അപ്പൊ പറഞ്ഞു, ഒരിക്കലും അങ്ങനല്ല, ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. എന്റെ മക്കൾക്ക് രോഗം വരണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അത് വരുന്ന അല്ലാഹ് മക്കൾക്ക് രോഗം വരാൻ ഇഷ്ടപ്പെടുന്ന ഒരു ഉമ്മയുണ്ടാകുമോ മഹാമനുഷ്യ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, മോളെ നീ നിന്റെ കുട്ടിക്ക് രോഗം വരാതിരിക്കാനാണ് നീ അങ്ങനെ പറയുന്നതെങ്കിലും നീ പറയുന്നത് ദുആയാണ്. എടാ നിനക്ക് രോഗം വരട്ടെ, നീ കഴിച്ചോട്, നിനക്ക് അസുഖം വരട്ടെ, നീ അത് കുടിച്ചോട്, നിനക്ക് അസുഖം വരട്ടെ. ഇത് ഉമ്മ ബാപ്പയേക്കാൾ ഗൗരവമാണ്. സഹോദരിമാരെ, നിങ്ങൾ നിങ്ങളുടെ മക്കളോട് അങ്ങനെ പറഞ്ഞാൽ, ഇല്ലെങ്കിൽ എന്ത് പറയാൻ, നിങ്ങൾക്ക് ഇട മോനെ അത് എന്തേണ്ട ഇപ്പൊ കഴിക്കണ്ട, അത് കഴിച്ചാൽ നിന്റെ ശരീരത്തിന് ശരിയല്ല, വല്ലാത്ത ബുദ്ധിമുട്ടുകളൊക്കെയാണ്, അതുകൊണ്ട് അത് വേണ്ട എന്ന് പറഞ്ഞിട്ട് മക്കളോട് പറഞ്ഞിട്ട് മാറ്റാം. കഴിച്ചോട്, അസുഖം വരട്ടെ, കഴിച്ചോട്, അസുഖം വരട്ടെ. അസുഖം വന്നു, സമ്പത്ത് പോയി, വീട് വിറ്റു, വാഹനം വിറ്റു, ഒന്നുമില്ല, എന്നിട്ടോ മക്കളുടെ അസുഖം മാറിയ ഇവിടെ ഉമ്മ എന്നും നിനക്ക് അസുഖം വരട്ടെ, അസുഖം വരട്ടെ. ആലിമായ മനുഷ്യൻ പറഞ്ഞു, മോളെ എന്നാ നീ നിന്റെ റബ്ബിനോട് തൗബ ചെയ്യ്. ഇന്നലെ വരെ നീ ചെയ്തിരുന്ന ദുആയായിരുന്നു, ഇന്ന് തന്നെ നീ ദുആ ചെയ്തു. അല്ലാഹ് അറിയാതെ കാണാൻ ഞാൻ അങ്ങനെ പറഞ്ഞു പോയാലോ, നീ എനിക്ക് പൊരുത്തം തരണേ റബ്ബേ, നീ എനിക്ക് മാപ്പ് തരണേ റബ്ബേ. അറിയാതെ കാണാൻ
അങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പടച്ചോനെ നീ എനിക്ക് പൊരുത്തപ്പെട്ടേക്കണം. ഇന്ന് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകളോടും പറയാ, ഇത് കഴിഞ്ഞാലുടൻ അള്ളാഹുവെ നിങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹുലേക്ക് നിങ്ങൾ പശ്ചാത്തപിക്കണം. പടച്ചോനെ അറിയാതെ പറഞ്ഞുപോയി, ഇനി അങ്ങനെ പറയില്ല റബ്ബേ. എന്റെ മക്കൾക്ക് ഞാൻ ഈ പറഞ്ഞത് കാരണത്താൽ അവർക്ക് രോഗങ്ങളും അവർക്ക് സങ്കടങ്ങളും അവർക്ക് വിഷമങ്ങളും കൊടുത്തുകൊണ്ട് നീ അവരെ പരീക്ഷിക്കല്ല അല്ലാ എന്ന് അള്ളാഹുവിനോട് നീറുന്ന മനസ്സോടെ ഖൽബോടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയണം. അപ്പോഴാ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റുന്നത്, അപ്പോഴാ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റുന്നത്. ആ സമയമാണ് സന്തോഷത്തിന്റെ വഴികളിലൂടെ നിങ്ങൾക്ക് കടന്നു വരാൻ കഴിയുന്ന. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ, അള്ളാഹു നമ്മളെ കബൂലാക്കട്ടെ, അർഹമായ പ്രതിഫലം അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. മുസ്തഫ മുഹമ്മദിൻ. അതുകൊണ്ട് മക്കളെ പറ്റി ഒരിക്കലും ഒരാളും ഇങ്ങനെ പറയരുത്. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി رب العالمين حمدا يوافي نعمه ويكافئ مزيدا اللهم صل وسلم على رسولك سيدنا وحبيبنا محمد. അല്ലാഹുവേ ഞങ്ങളുടെ ഒരുമിച്ച് കൂടലിനെ സ്വീകരിക്കണേ അല്ലാ. രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ, സങ്കടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ, ദുഃഖങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. അല്ലാഹുവേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ ആരെല്ലാം എന്തെല്ലാം ആഗ്രഹങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ പവിത്രമായ മജ്‌ലിസിൽ ദുആ ചെയ്യാൻ പറഞ്ഞു, അവരെ മുഴുവനും നീ കബൂലാക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ ക്യാൻസർ പോലെ അറ്റാക്ക് പോലത്തെ രോഗങ്ങൾ കൊടുത്തു ഞങ്ങളുടെ മക്കളെ കഷ്ടപ്പെടുത്തല്ല അല്ലാ, ഞങ്ങളുടെ മാതാപിതാക്കളെ കഷ്ടപ്പെടുത്തല്ല അല്ലാ, ഞങ്ങളുടെ ഭാര്യമാരെ കഷ്ടപ്പെടുത്തല്ല അല്ലാ. അല്ലാഹുവേ ഈ സാധുവിനോടൊപ്പം ഉംറക്ക് വേണ്ടി കടന്നു വരായിരിക്കുന്നവരുണ്ട്. അല്ലാഹുവേ ഉംറക്ക് പോകുമ്പോഴും തിരിച്ചു വരുന്നത് വരെയും അവർക്കാർക്കും ഒരു രോഗങ്ങൾ കൊടുക്കല്ല അല്ലാ. പവിത്രമായ പരിശുദ്ധമായ പുണ്യഭൂമി കാണാനുമല്ല നീ തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുവേ അവിടെ ഉള്ള ഓരോ പവിത്രമായ പരിശുദ്ധമായ സ്ഥലങ്ങളെ കാണാൻ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാ, വിധി തരണേ അല്ലാ, ഈമാനിന്റെ മാധുര്യം തരണേ അല്ലാ. അല്ലാഹുവേ ആ പുണ്യമദീന കാണാതെ ഞങ്ങളെ മരിപ്പിക്കല്ല അല്ലാ. അതിൽ കൂടുന്നവർ പങ്കെടുക്കുന്നവർ കടന്നു വരുന്നവർ എല്ലാവരെയും നീ രക്ഷപ്പെടുത്തണേ അല്ലാ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.